ശ്രീമാത്രേ നമഃ. മനസ്സിനെ ശാന്തിയിലേക്കും ആത്മാവിനെ പ്രകാശത്തിലേക്കും നയിക്കുന്ന ഒരു യാത്രയിലേക്ക് സ്വാഗതം. ഓരോ വാക്കും ഓരോ ശ്വാസവും നമ്മെ എല്ലാ പേരെയും ദേവിയിലേക്ക് നയിക്കട്ടെ. ശ്രീ ലളിതാ സഹസ്രനാമ ജപത്തിന്റെ സങ്കല്പിക്കാനാവാത്ത ശക്തി. ലളിതാ സഹസ്രനാമ പാരായണത്തോളം പ്രിയങ്കരമായി ദേവിക്ക് മറ്റൊരു പ്രാർത്ഥനയുമില്ല. മറ്റു ദേവതമാരുടെ സഹസ്രനാമങ്ങളിൽ നിന്ന് ലളിതാ സഹസ്രനാമം വേറിട്ടു നിൽക്കുന്നത് അത് ഏറ്റവും പെട്ടെന്ന് ഗുണാനുഭവങ്ങൾ തരുന്നതിനാലാണ്. എൻ്റെ സ്വാനുഭവത്തിൽ നിന്നും മറ്റുള്ള ദേവീ ഭക്തരുടെ വിശദീകരണങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് വളരെ വലിയ മാറ്റങ്ങൾ അവരുടെയൊക്കെ ജീവിതപാതയിൽ ഉണ്ടായതായിട്ടാണ്. ദേവീ സാധനയുടെ അനുഗ്രഹങ്ങൾ വിവരണാതീതമാണ്. എന്നിരുന്നാലും വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന 3 മാറ്റങ്ങൾ നോക്കാം. 1. ബുദ്ധിവികാസം. മെച്ചപ്പെട്ട ബുദ്ധിയും അറിവും ഉണ്ടാകുന്നു. 2. മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി. പണസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. സമ്പൽ സമൃദ്ധി അനുഭവപ്പെടുന്നു. 3. അപാരമായ ധൈര്യം. ഭയാശങ്കകൾ വിട്ടൊഴിയുന്നു. നിങ്ങളുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും മാറുന്നു. മുൻപ് വിഷമിച്ചിരുന്ന ആശങ്കപ്പെട്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങളെ അലോസരപ്പെടുത്തില്ല. നിങ്ങളുടെ ചുറ്റിലും ഒരു സുരക്ഷയും സംരക്ഷണവും അനുഭവപ്പെടുന്നു. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ തന്നെ ഈ അനുഭവങ്ങൾ പ്രകടമാകുന്നു. ഓറ ചേഞ്ച് ആകുന്നു. ദേവി മഹാഭോഗ മഹേശ്വര്യ ആണ്. അങ്ങേയറ്റത്തെ മഹത്വത്തെ പ്രദാനം ചെയ്യുന്നവൾ. സഹസ്രനാമ പാരായണത്തിൽ 2 കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 1. ഓരോ നാമത്തിൻ്റെയും അർത്ഥവും ഭാവവും ഉൾക്കൊണ്ട് ജപിക്കണം. യാന്ത്രികമായി ചൊല്ലരുത്. സഹസ്രനാമ ജപത്തിന്റെ എസൻസും പവറും അറിഞ്ഞ് അത് വിഷ്വലൈസ് ചെയ്ത് ജപിച്ചെങ്കിൽ മാത്രമേ അത് സാധകനിൽ മാറ്റങ്ങൾ സംഭവിപ്പിക്കൂ. രണ്ടാമത്തേത്, ദേവിയെ ധ്യാന ശ്ലോകങ്ങളിലൂടെ ധ്യാനിക്കുന്നതിൻ്റെ ശരിയായ രീതി അവലംബിക്കലാണ്. സഹസ്രനാമ ജപത്തിനു തൊട്ടു മുൻപായി 4 ധ്യാന ശ്ലോകങ്ങൾ ഉണ്ട്. അവ ദേവിയുടെ സ്വരൂപത്തിന്റെ വർണ്ണനകളാണ്. അവ നന്നായി ഉൾക്കൊണ്ട് ദേവിയെ മനോമുകുരത്തിൽ ദർശിച്ച് ധ്യാനിക്കാം. ഇത് വളരെ പ്രധാനമാണ്. സഹസ്രനാമ ജപത്തിന്റെ പൂർണ്ണമായ ഫലപ്രാപ്തിക്ക് ഈ ഘട്ടം വളരെ അനിവാര്യമാണ്. സഹസ്രനാമ ജപത്തിന് ഒരു ഗുരുവിൻ്റെയോ ദീക്ഷയുടെയോ ആവശ്യമില്ല.